ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അത് കൂടാണ്ട് വിഷുവൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് രാവിലെ തന്നെ നമ്മൾ ട്രൈപോഡ് ചാർജിന് വെക്കണം. ട്രൈപോഡിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ, അതാണ് കേട്ടോ നമുക്ക് ചാർജിന് വെക്കേണ്ടത്. ഓക്കെ, ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചത്. കുറഞ്ഞ റേറ്റിൽ 200 രൂപ അങ്ങാണ്ടാണ് കേട്ടോ. ഇതിന് നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലൈറ്റ് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ലൈറ്റൊക്കെ കുറയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാം. അപ്പം ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ബ്രഷ് ചെയ്യുകയാണ്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ചോക്ലേറ്റ് കഴിച്ചു കേട്ടോ. ഈ 2 ചോക്ലേറ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു അപ്പവും കടലക്കറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച 2 മണിക്കാകുമ്പോഴാണ് നമ്മൾ പോകുന്നത് കേട്ടോ. 12 മണിയൊക്കെ ആകുമ്പോൾ തന്നെ റെഡിയാകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ റെഡി ആവാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ എണ്ണ തേക്കാണ് തലക്ക്. എനിക്ക് എണ്ണ തേക്കണം കേട്ടോ എപ്പോഴും. എനിക്ക് ഇങ്ങനെ നല്ല ഓയിലി ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ദിവസം എണ്ണ തേക്കും. എണ്ണയൊക്കെ തേച്ചതിന് ശേഷം മുടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഓയിലെടുത്തിട്ട് കണ്ണിലെ കൺമഷിയും അതുപോലെ തന്നെ കുറിയും ഒക്കെ നല്ല പോലെ മായ്ക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാനിവിടെ പോകുമ്പോഴേ മേക്കപ്പൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടാണ് കൺമഷിയൊക്കെ ഇട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഇടാറില്ല. അങ്ങനെ അത് നല്ല രീതിയിൽ മായ്ച്ച് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനൊരു സോപ്പ് വെച്ച് നല്ല രീതിയിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വിവലിൻ്റെ സോപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോപ്പ് വിവലും ഡവിൻ്റെതുമാണ് കേട്ടോ. നല്ല അടിപൊളി സോപ്പാണ് രണ്ടും. അങ്ങനെ സോപ്പൊക്കെ ഇട്ട് മുഖം വന്നതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കുളിച്ചിട്ട് വന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇന്ന് ഇടുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ റെഡി ആവാണ് കേട്ടോ. റെഡി ആവുന്ന ഫുൾ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, കാരണം എല്ലാ വീഡിയോയിലും ഞാൻ റെഡി ആവുന്ന വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ റെഡി ആവുന്ന വീഡിയോ എടുക്കുന്നില്ല. അങ്ങനത്തെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറിന് നങ്കും ചെമ്മീനൊക്കെ ഉള്ള ഒരു കറിയും ചോറുമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പിന്നെ ഞങ്ങൾ പോവാണ്. നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ 2 മണിക്കൊരു ബസ്സുണ്ട്, അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ചപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് നടക്കാണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഇപ്പുറം മസാജിൻ്റെ ഒക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇത്. അങ്ങനെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അച്ചാച്ചൻ നേരത്തെ വന്നിട്ട് അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ബസ് വരാൻ കുറച്ച് വൈകി കേട്ടോ. അങ്ങനെ ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാഞ്ഞങ്ങാടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട് എത്തി കേട്ടോ. ബസ്സൊന്നും ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നില്ല കേട്ടോ. തിരക്കായതുകൊണ്ട് പുറത്താണ് നിർത്തുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മാമൻ്റെ ഓട്ടോ ആക്കിയിട്ട് ഞങ്ങൾ ബാങ്കിലോട്ട് പോവാണ്. ബാങ്കിൽ നിന്ന് പൈസയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പം അത് വേണ്ടിയിട്ട് ബാങ്കിലോട്ട് പോയി. ഞങ്ങൾ പോയില്ല, ഞാനും അമ്മയും വണ്ടിയിലിരുന്നു. അച്ചാച്ചനും അമ്മമ്മയും പോയിട്ട് പൈസയൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ധനലക്ഷ്മിയിലാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്നത്. വിഷു ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു കേട്ടോ.
എൻ്റെ മനസ്സിൽ ധാവണിയോ ലെഹങ്കയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ടൊരു കല്യാണമുണ്ട്, അപ്പോൾ അതിനും കൂടി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് റേറ്റ് കുറച്ച് കൂടുതലായി. അപ്പോൾ ഞാൻ വീണ്ടും വേറെ ഡ്രസ്സിലോട്ട് തിരിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. പിന്നെ അമ്മക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ടോപ്പ് നോക്കി കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല അവിടെ നിന്ന്. പിന്നെ അമ്മമ്മക്കൊരു ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ മാലയും കമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറി കേട്ടോ. അവിടെ നല്ല തിരക്കായതുകൊണ്ട് അവിടെ നിന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. ഞങ്ങൾ വേറൊരു ചെറിയൊരു ഷോപ്പിൽ കയറി കേട്ടോ, ഡ്രസ്സിൻ്റെ. അവിടെ നിന്ന് നമുക്കൊരു ടോപ്പ് എടുത്തു. എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ടി വി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു കടയിൽ പോയി. ഞങ്ങൾ വിചാരിക്കുന്നത് 2-3 കടയിൽ പൈസ ചോദിച്ചിട്ട് എവിടെയാണ് ഏറ്റവും കുറഞ്ഞതിൽ കിട്ടുന്നത് എന്നുള്ളത് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ 43 ഇഞ്ചിൻ്റെ ആണ് കേട്ടോ നോക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പൈസ ചോദിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും വൈകുന്നേരം സന്ധ്യ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പൊറോട്ടയും മസാല കറി ഉണ്ടല്ലോ, ഗ്രീൻ പീസ് മസാല, അതാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ എവിടെ പോയാലും ഇതേ കഴിക്കാറുള്ളൂ. നല്ല അടിപൊളി ഫുഡാണ്, പറയാതിരിക്കാൻ വയ്യ. കറിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ കടയുടെ പേര്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് മൈജി പോയോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മൈജിയിലെത്തി. അങ്ങനെ അവിടെ നിന്നും 43 ഇഞ്ചിൻ്റെ ടി വി നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് വില കുറഞ്ഞു കേട്ടോ. നമുക്ക് 14,000-നാണ് ഒരു 40 ഇഞ്ചിൻ്റെ ടി വി കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ കസ്റ്റമർ സർവീസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആ ഒരു ടി വി എടുത്തു. ഇത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ടി വിക്ക് ഒരു റിമോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും രാത്രിയാവാനായി കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഗേറ്റ് അടച്ചു വന്നപ്പോഴത്തേക്കും. രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ട്രെയിൻ ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ട്രെയിൻ നല്ല സ്പീഡിലാണ് കേട്ടോ പോയത്. പിന്നെ രണ്ടാമത്തെ ഇത് അത്യാവശ്യം സ്പീഡിലാണ് പോയത്, വലിയ സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളാണ് ഫസ്റ്റ് അവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല രീതിയിൽ ട്രെയിനിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.